ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മഹാഭാരതമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. മഹാഭാരതം എൻ്റെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ മഹാഭാരതം എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യമാട്ടോ പറയണത്. മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിലൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. വിദ്വാൻമാരൊക്കെ പറയും മഹത്വമുള്ളതും ഭാരമുള്ളതുമാണ് മഹാഭാരതം എന്നുള്ളത്. ഇപ്പൊ സാധാരണ മഹത്വമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവൂല്ലേ മഹത്വമുള്ള പുസ്തകമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പഞ്ചമവേദമായിട്ട് കണക്കാക്കണു, ഇതിഹാസമാണ്, മഹാകാവ്യാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ. ഞാൻ തന്നെ മുൻപൊക്കെ മഹാഭാരതം പറഞ്ഞപ്പോൾ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. 1,00,000 ശ്ലോകങ്ങളാണ് ഈ മഹാഭാരതത്തിലുള്ളത്. അതായത് 1,25,000 ശ്ലോകങ്ങൾ. ഒന്ന് ഓർത്തു നോക്കൂ എത്ര വലിയ പുസ്തകമാണെന്നുള്ളത്. നമ്മുടെ ഈ മഹാഭാരതം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം നമ്മൾ എത്ര പഠിച്ചാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന അറിവ് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തവണ നമ്മൾ വായിക്കുമ്പോഴും പേഴ്സ്പെക്റ്റീവ്, അതായത് നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടേയിരിക്കും എന്ന് പറയും. ഗണപതി ഭഗവാനാണല്ലോ എഴുതുന്നത്, വ്യാസമുനിയാണ് ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കണത്. അപ്പം അങ്ങനെ എഴുതപ്പെട്ട ഈ ഒരു പുസ്തകം ബ്രഹ്മാവിൻ്റെ അനുമതിയോടുകൂടി തുടങ്ങി അവസാനിച്ചു കഴിഞ്ഞപ്പോഴും വ്യാസഭഗവാൻ ചെന്നിരുന്നു ബ്രഹ്മദേവനെ കാണാനായിട്ട്. എന്നിട്ട് ബ്രഹ്മദേവനോട് പറഞ്ഞു, ബ്രഹ്മദേവ എൻ്റെ പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ ബ്രഹ്മദേവൻ വ്യാസമുനിയോടായിട്ട് പറയും, ഈ പുസ്തകമായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം, മഹാകാവ്യം. ഇതിനേക്കാളും വലിയൊരു കാവ്യം ഇനി വരാനില്ല എന്ന് പറയും. അത്രയും വിശിഷ്ടമായിട്ടുള്ള ഗ്രന്ഥമാണെന്നാണ് പറയണത്. മഹാഭാരതത്തിന്റെ ആദ്യ പർവ്വത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ പുസ്തകം എഴുതാൻ ഇടയുണ്ടായ സാഹചര്യം, അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, ബ്രഹ്മാവ് എന്തൊക്കെയാണ് പറഞ്ഞത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കേണ്ട. അപ്പോൾ ആ ഒരു ഭാഗത്ത് ബ്രഹ്മദേവൻ പറയുന്നതായിട്ട് എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹത്വത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാഭാരതത്തിന് നല്ല ഭാരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും അത് ശരിയാ, 1,00,000 ശ്ലോകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പുസ്തകമല്ലേ, ഭാരം ഉണ്ടാവും എന്ന് പറയും. ശരിക്കും ഭാരമല്ല കേട്ടോ. ഏതൊരു കാലഘട്ടത്തിൻ്റെയും ജീവിതം നിർണയിക്കാനായിട്ട് ആ മഹാഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ 3 കാര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് മഹാഭാരതം. മഹാഭാരതത്തിലുള്ളതൊക്കെ തന്നെയേ സംഭവിക്കുന്നുള്ളൂ, മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും സംഭവിക്കുന്നില്ല. ഏകദേശം 20,000 കഥാപാത്രങ്ങളോളം ഉണ്ട് ഈ മഹാഭാരതത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട കുറേ കഥാപാത്രങ്ങൾ മനസ്സിൽ തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഒരുപാട് വേറെയും കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ വികർണൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഭാനുമതി ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരൊക്കെ അധികം ശ്രദ്ധിക്കപ്പെടാതെ എന്നാൽ അവർക്കൊക്കെ വലിയ റോളുണ്ട് താനും ഈ മഹാഭാരതത്തിൽ. അപ്പോൾ അങ്ങനെയും ഒരുപാട് പേരുണ്ട്. 10,000-20,000 കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 20,000 പേരിലൂടെയും സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും വിഭിന്നമായിട്ടൊന്നും തന്നെ സംഭവിക്കാനില്ല. അപ്പോൾ ടൈം ബേസ്ഡ് അല്ലാണ്ട് എഴുതപ്പെട്ടൊരു കൃതി എന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ ടൈം ട്രാവലറായിരുന്നു വ്യാസമുനി എന്ന് പറയാം അല്ലേ. അന്ന് മുതൽ ഇന്ന് വരെയുള്ള പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ മൊത്തം മനസ്സിലാക്കിയിട്ട് എഴുതപ്പെട്ടൊരു കൃതിയാണ്. ഇങ്ങനൊരു ശ്ലോകം പറയും, അതായത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. അതായത് വ്യാസമുനി പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ ജഗത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അതിലുപരിയായിട്ടൊന്നും സംഭവിക്കാനുമില്ല, അതിൽ കുറഞ്ഞതൊന്നും സംഭവിക്കുകയില്ല. ഈ മഹാഭാരതത്തിന് മറ്റൊരു പേരുണ്ട് ജയം എന്ന്. ജയം പറയുക എന്ന് പറയും. അതായത് മഹാഭാരതത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ധ്യാന ശ്ലോകം വരുമല്ലോ. എല്ലാ വിശിഷ്ടമായ ഗ്രന്ഥങ്ങളും പറയുന്നതിന് മുൻപായിട്ട് ധ്യാന ശ്ലോകം ചൊല്ലാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥന ചൊല്ലാറുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രാർത്ഥനയിൽ മഹാഭാരതത്തിൻ്റെ പേര് ജയം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എവിടെയാണോ ധർമ്മം ഉള്ളത് അവിടെയാണ് ജയം ഉള്ളതെന്നാണ് ഈ മഹാഭാരതത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ധർമ്മം ഉള്ളിടത്ത് ജയം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് തന്നെ ജയം എന്ന പേരും മഹാഭാരതത്തിനുണ്ട്. അപ്പം മഹാഭാരതത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. നിങ്ങളുടെ മുന്നിൽ കഥ പറയുമ്പോൾ ഒരു ചാരിതാർത്ഥിയാണ് ഭഗവാന്റെ ജയത്തിൻ്റെ കഥ അല്ലേ. ഭഗവാന്റെ കഥ, ജയത്തിൻ്റെ കഥ. അപ്പോൾ പറയാൻ കിട്ടിയൊരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു അവസരം തന്നെയാണ് കേട്ടോ.
ഇപ്പം നമ്മൾ പറഞ്ഞു ഇതിഹാസമാണ് മഹാഭാരതം എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സംഭവിച്ചു പോയ കാര്യങ്ങൾ, അതായത് ചരിത്രമായിട്ട് നിലകൊള്ളുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇതിഹാസം എന്ന് വിളിക്കുക. പറയും രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളാണെന്ന് പറയും അല്ലേ. ശരിക്കും ഈ മഹാഭാരതമൊക്കെ വായിക്കുമ്പോൾ അതിൽ ഓരോ വരിയും മാജിക്കൽ ലൈൻസ് ആയിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്കിങ്ങനെ സംശയമൊക്കെ വരില്ലേ ജീവിതത്തിൽ, ഇനി എന്താ സംഭവിക്കാൻ പോണത്, എൻ്റെ ജീവിതം എങ്ങനെയായി പോയില്ലോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയില്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ മഹാഭാരതം വായിക്കുന്നത് ഭയങ്കരമായിട്ട് ഉപയോഗപ്രദമാണ്. ചില സന്ദർഭങ്ങളിലുണ്ട് നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ തകർന്നു പോയ ചില സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇനി നാളെ എന്താന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കേണ്ടി വരുന്ന ഒരു മൊമെൻ്റ്. ആ മൊമെൻ്റൊക്കെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. കാരണം ചില സന്ദർഭങ്ങളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ടുള്ള കാരണമായിട്ട് മാറാറുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും മനക്കെട്ടി ഇല്ലാണ്ട് വരില്ലേ ചില സന്ദർഭങ്ങളിൽ. ഇപ്പോൾ കേൾക്കാറില്ലേ പത്രത്തിലൊക്കെ, ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ എന്താ അടുത്തത് ചെയ്യേണ്ടതെന്ന് അറിയണില്ല, ബിസിനസ് തകർന്നു പോയി, അടുത്തത് എന്ത് ചെയ്യും, മറ്റുള്ളവരിൽ നിന്ന് ദ്രോഹം സ്വീകരിച്ചു. പ്രത്യേകിച്ച് കലിയുഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ, നമ്മളെല്ലാവരും വളരണ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവും. നമ്മളെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾക്കിടയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ച് പോരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിതം അത്ര മനോഹരമൊന്നുമല്ല. ജീവിതത്തിൽ കുറേ ആളുകളുണ്ട്, പല ആളുകൾക്കും പലതരത്തിലുള്ള മുഖംമൂടികളുണ്ട്, പല മുഖങ്ങളാണ് പലർക്കും എന്നൊക്കെ കാണിക്കാനായിട്ട് പല ആളുകളും ജീവിതത്തിലേക്ക് കടന്നു വരും. ചില സന്ദർഭങ്ങളിലൊക്കെ ചില ആളുകളുടെ പ്രസൻസ് ജീവിതത്തെ നശിപ്പിക്കുക വരെ ചെയ്യും. പല ദുരനുഭവങ്ങളും പലർക്കും ഉണ്ടാവും. മനുഷ്യരുടെ സ്വാർത്ഥമായിട്ടുള്ള മുഖത്തിന് മുന്നിൽ ചിലർക്ക് വളരെയധികം സ്വാർത്ഥ താല്പര്യങ്ങളാണ്. സ്വന്തം ജയം, സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ, അതിനു വേണ്ടിയിട്ട് ധർമ്മമൊന്നും നോക്കില്ല. ആരെ വേണമെങ്കിലും ദ്രോഹിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. പല ആളുകളും കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് വേദനിപ്പിക്കും. അങ്ങനെയുള്ള പല ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കണതേ. പല പല മുഖങ്ങൾ കാണണം. പണ്ട് കക്കാട് പറഞ്ഞതുപോലെ പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞും അഴിച്ചും പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും 30 നീണ്ടൊരി ഏകാന്ത വഴിയിലൂടെത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വെറ്റിച്ചു നാം എന്നൊരു വരിയുണ്ട് കവിതയിൽ. അതുപോലെ തന്നെയാണ് ജീവിതം. പല നിറങ്ങൾ കാച്ചിയ വളകളാണ് എല്ലാ ദിവസവും ഇടുന്നതും ഊരി വെക്കണതും. പല മുഖങ്ങൾ കൊണ്ട് പലരെയും എതിരേക്കണം. ഒരേ മുഖമല്ലല്ലോ എല്ലാവരെയും എതിരേൽക്കാൻ. ഇഷ്ടമുള്ളവരോട് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും, ഇഷ്ടമില്ലാത്തവരോട് കുറച്ച് നിരസം ഉണ്ടാവും. അങ്ങനെ പല മുഖങ്ങൾ കൊണ്ടാണ് തമ്മിൽ എതിരേൽക്കണത്. ചിലരെ നോവിക്കും, ചിലർ നമ്മളെ നോവിക്കും. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ജീവിതം പോണത്. എല്ലാവരുടെ ജീവിതം അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ മഹാഭാരതം ആദ്യമായിട്ട് കേൾക്കണത് പലയിടത്തുനിന്നും അതിനു മുൻപും പലവട്ടവും പല കഥകൾ കേട്ടു എന്നുണ്ടെങ്കിലും ഒരു സീക്വൻസ് ആയിട്ട് എങ്ങനെയാണ് മഹാഭാരതം കഥ വരുന്നത്, കുന്തിദേവി ആരാണ്, കുന്തിദേവിക്ക് എത്ര മക്കളാണ്, ആരാണ് പാണ്ഡവര്, ആരാണ് കൗരവര്, അവർ തമ്മിൽ എന്തിനാണ് യുദ്ധം ചെയ്തത്, ആരാണ് പാഞ്ചാലി, തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സീക്വൻസ് ആയിട്ടാണ് കൃത്യമായിട്ട് മഹാഭാരത കഥ എനിക്ക് അച്ഛൻ പറഞ്ഞു തരുന്നത്. അന്നാണ് ഞാൻ മഹാഭാരതത്തെ അറിയണത്. ഭഗവാന്റെ നിശ്ചയം കൊണ്ടായിരിക്കണം. അങ്ങനെ മഹാഭാരതം കൂടുതൽ അറിയാനായിട്ട് ഒരു ആഗ്രഹം, ഇനി മഹാഭാരത കഥകൾ കേൾക്കണം എന്നൊരു കൊതി. പക്ഷെ ഭഗവാന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു കേട്ടോ. ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് ഭാഗവതാണ്. പല പല ആചാര്യന്മാരുടെ അടുത്തുനിന്നും ഭാഗവത കഥകൾ ധാരാളം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. ചിലരൊക്കെ കഥകൾ പറയണ കേട്ട് കഴിഞ്ഞാൽ ഭഗവാൻ ശരിക്കും അങ്ങ് ഇറങ്ങി വന്ന് മുന്നിൽ നിൽക്കണ പോലെ തോന്നും. അത്രയും രസമാണ് ഭാഗവത കഥകൾ പല ആചാര്യന്മാരും പറയണത് കേൾക്കാൻ. സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടത് ഭാഗവത കഥകളായിരുന്നു. ധാരാളം സപ്താഹങ്ങൾ കൂടാൻ പറ്റി. ധാരാളം ആചാര്യന്മാരുടെ അടുത്തുനിന്ന് കഥകൾ കേട്ടു. എത്ര കേട്ടാലും മടുപ്പ് വരില്ലല്ലോ. ഭാഗവത കഥകൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകി മനസ്സിലാക്കി കൂടെ കൊണ്ട് നടക്കാൻ കഴിഞ്ഞൊരു പുസ്തകം ഭഗവത്ഗീതയായിരുന്നു. ഭഗവത്ഗീത അന്ന് മുതലേ കുറേ ശ്ലോകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു എന്നുണ്ടെങ്കിലും ഏകദേശം 20 വർഷം മുൻപ്
അച്ഛൻ എനിക്കൊരു കുഞ്ഞ് പോക്കറ്റ് ഡയറി പോലത്തെ ഭഗവത്ഗീത വാങ്ങി തന്നു. ആ ഒരു ഭഗവത്ഗീത, അതായത് ചെറിയൊരു പുസ്തകം എന്നാ എൻ്റെ കയ്യിൽ കിട്ടിയത്, അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ഞാൻ എവിടെ പോയാലും ഈ പുസ്തകം കൊണ്ടേ പോവാറുള്ളൂ. എൻ്റെ ഹാൻഡ് ബാഗിൽ ഈ ചെറിയ ഭഗവത്ഗീത, കൃഷ്ണൻ്റെ ഒരു രൂപം, എൻ്റെ ജപമാല, ഈ 3 കാര്യവും ഞാൻ എപ്പോഴും കൊണ്ടു നടക്കും. 20 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. എവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ശരി, ഉറങ്ങാൻ നേരത്ത് തലോണയുടെ അടിയിൽ ഭഗവാന്റെ ഈ ഒരു ഭഗവത്ഗീതയും, ഈ ഒരു കുഞ്ഞി പോക്കറ്റ് ഡയറി പോലത്തെ ഈ ഒരു ചെറിയ ഭഗവത്ഗീതയും ചെറിയ ഭഗവാന്റെ ഒരു ഫോട്ടോയും ജപമാലയും ഞാൻ എപ്പോഴും കൊണ്ടു നടക്കും. അപ്പം അത് 20 കൊല്ലമായിട്ടുള്ള ശീലമാണ് കേട്ടോ. അങ്ങനെ ഭഗവത്ഗീതയുമായിട്ട് വളരെ അടുത്ത് ഇടപഴകി പോന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ എന്ത് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഭഗവത്ഗീതയിൽ എല്ലാ ശ്ലോകങ്ങളെ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങളെ മുൻനിർത്തിയിട്ടാണ് പല തീരുമാനങ്ങളും എടുക്കാറുള്ളത്. ഭഗവത്ഗീത കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ മഹാഭാരതത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഭഗവത്ഗീതയിലെ ഓരോ വരികളും മാജിക്കൽ ലൈൻസ് തന്നെയാണ്. ഓരോ അത്ഭുതങ്ങളായിട്ട് തോന്നും ഓരോ ഉപദേശങ്ങളും. ഏറ്റവും കൂടുതൽ മഹാഭാരതം, ഭഗവത്ഗീതയൊക്കെ വായിച്ചറിഞ്ഞത് കോളേജ് കാലഘട്ടത്തിലാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രൊഫസർ സാറ് വല്ലാതെ ഭഗവത്ഗീതയുടെ ഫാനായിരുന്നു. എന്ത് ചെയ്താലും ഭഗവത്ഗീതയെ സാക്ഷി നിർത്തിയിട്ടേ അദ്ദേഹം ചെയ്യുള്ളൂ. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് പല പല വ്രതങ്ങളും ഞങ്ങൾ പഠിച്ചത് കേട്ടോ. മൗനവ്രതം പോലെയുള്ള പല വ്രതങ്ങളും ഞങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയത് വരെ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ്. പിന്നെയും കാലം കുറേ മുന്നോട്ട് പോയി. മഹാഭാരതം പിന്നെ ഞാൻ വായിച്ചിട്ടില്ല. കുറേ നാളുകൾ കഴിഞ്ഞു. ജീവിതം അതിമനോഹരമായിട്ട് പോകുന്നു. ജീവിതം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ഏറ്റവും കംഫേർട്ടായിട്ടുള്ള സോണിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ജീവിതം എത്ര സുന്ദരമാണെന്ന്. പക്ഷേ ജീവിതം അത്ര സുന്ദരമൊന്നും അല്ല എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ആരാ വരിക? ചില ആൾക്കാരെ ജീവിതത്തിലേക്ക് വരും. ചില ദുരിതങ്ങൾ സംഭവിക്കും, ചില ദുഃഖങ്ങൾ സംഭവിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിലും ഞാൻ എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ചില ദുഃഖങ്ങൾ എനിക്ക് വരാൻ തുടങ്ങി. ചില അവഗണനകൾ, ചില ആളുകളുടെ അടുത്തു നിന്നുള്ള പെരുമാറ്റങ്ങൾ, ചില സ്വഭാവ രീതികളൊക്കെ എനിക്ക് വേദന ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പല പല വേദനകളായി, മനസ്സിലും മുറിവുകളായി മാറി. എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു ഭാവത്തിന് ചെറിയൊരു വ്യതിയാനം വരാൻ തുടങ്ങി. സന്തോഷം പതുക്കെ കുറയാൻ തുടങ്ങി. ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കണം എനിക്കൊന്നിലും അമിതമായിട്ടുള്ള സന്തോഷമോ അമിതമായിട്ടുള്ള ദുഃഖമോ ഇതുവരെ തോന്നിയിട്ടില്ല. ജീവിക്കുന്ന സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും ധർമ്മത്തെ മുറുകെ പിടിക്കുക, അധർമ്മത്തിൻ്റെ പക്ഷം ചേരാതിരിക്കുക. അതിപ്പോൾ ആര് അധർമ്മം ചെയ്താലും ധർമ്മത്തെ മുറുകെ പിടിക്കുന്നതിലാണ് നന്മ ഉണ്ടാവുള്ളൂ, അവിടെ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. മഹാഭാരതം അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജയം എന്നും കൂടെ പേരുണ്ട്. ധർമ്മത്തിന് മാത്രമേ ജയം ഉണ്ടാവുള്ളൂ, അധർമ്മത്തിന് എപ്പോഴും തോൽവി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പൂർണ്ണമായിട്ട് ശരിയുള്ള ആളുകൾ ആരുമില്ല ഈ ലോകത്തിൽ. ആർക്കാണ് പൂർണ്ണതയുള്ളത്? എവിടെയെങ്കിലും ആരെങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. എല്ലാവരും അപൂർണരാണ്. പലർക്കും പല കുറവുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും സന്തോഷം വേണമെങ്കിൽ നമ്മൾ ധർമ്മബോധത്തോടു കൂടിയിട്ട് പെരുമാറണം എന്നർത്ഥം. നമ്മൾ അധർമ്മം പ്രവർത്തിച്ചിട്ട് മറ്റുള്ളവരുടെ നേരെ നമ്മൾ ഒരു വിരൽ ചൂണ്ടി കഴിയുമ്പോൾ ബാക്കി 3 വിരലും നമുക്ക് നേരെ തന്നെയാ ചൂണ്ടി നിൽക്കണേ എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോൾ പൂർണ്ണരായിട്ടുള്ള വ്യക്തികൾ ആരുമില്ല. 100% ശരിയെന്ന് ആരെയും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ശരികൾക്കിടയിൽ തെറ്റുകളുണ്ടാവാം, തെറ്റുകൾക്കിടയിൽ ശരിയും ഉണ്ടാവാം. കർണൻ്റെ കാര്യം പറഞ്ഞല്ലോ. കർണൻ ഒരുപാട് ശരികൾ ചെയ്തിട്ടുള്ള ആളാണ്. ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കർണനെ പോലെ ഒരു ദാനധർമ്മി ഇല്ല. ധർമ്മബോധവും വളരെ കൂടുതലാണ് കർണന്. പക്ഷേ ഒരു സ്ഥലത്താണ് ബന്ധം ബന്ധനായിട്ട് തീരാന്ന് പറയില്ലേ, അതുപോലെ വന്നത്. എവിടെയാ അത്? സുഹൃത്ത് ബന്ധത്തിൽ അല്ലേ, സൗഹൃദത്തിൽ. വളർന്ന സാഹചര്യത്തിലെ അവഗണനകൾ കൊണ്ടിട്ട് അർജുനനോട് ചെറിയൊരു ഈഗോ വന്നു കർണന്. ആ ഈഗോ ആണ് പിന്നീട് തനിക്കൊരു കൈ തന്ന സുഹൃത്തിനോട് ഇത്ര അധികം അടുക്കാൻ കാരണമാവണത്. ആ ഒരു സൗഹൃദ ബന്ധം കൊണ്ട് ധർമ്മത്തെ വെടിഞ്ഞു കർണൻ. ആ ഒരു തെറ്റാണ് കർണൻ ചെയ്തത് അല്ലേ.
അധർമ്മമാണ് ചെയ്യണേന്ന് മനസ്സിലായിട്ടും അധർമ്മിയുടെ കൂടെ നിന്നു കർണൻ. ആ അധർമ്മിയുടെ കൂടെ നിന്നതാണ് കർണൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മഹാഭാരതം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠതാണ് കർണനെ പോലെ എത്രയും ശരി ചെയ്യണ ആളാണെങ്കിലും ഒരു അധർമ്മം കൊണ്ടാണ് കർണന്റെ ജീവിതം അവിടെ പൊലിഞ്ഞു പോകുന്നത്. ഇല്ലെങ്കിൽ മഹാഭാരതം കണ്ട ഏറ്റവും വലിയ യോദ്ധാവായിരുന്നു കർണൻ. ധർമ്മപക്ഷത്താണ് കർണൻ നിന്നിരുന്നതെങ്കിൽ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ യോദ്ധാവ് കർണൻ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ ജീവിതത്തിലും മനസ്സിലാക്കേണ്ടത് അതന്നെയാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും അധർമ്മത്തിലേക്ക് കടക്കാതിരിക്കാം. അപ്പോൾ പൂർണ്ണരായിട്ട് ആരും ഇല്ല എന്ന് പറഞ്ഞു. എല്ലാവരിലും അപൂർണതകളുണ്ട്, എല്ലാവരിലും നന്മയും തിന്മയും ഉണ്ട്. നമ്മളിൽ കൂടുതൽ നന്മ വേണോ കൂടുതൽ തിന്മ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഈ മഹാഭാരതം പലവട്ടം വായിച്ചു കഴിയുമ്പോൾ പല പല അർത്ഥങ്ങൾ നമുക്ക് ഉളവാകും. ഈ മഹാഭാരതം എഴുതിയത് ആരാന്നറിയോ? എല്ലാവർക്കും അറിയാല്ലേ, വ്യാസൻ, വേദവ്യാസൻ. ഈ വ്യാസമുനി എന്തിനായിരിക്കും മഹാഭാരതം എഴുതിയിട്ടുണ്ടാവുക? എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ധനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പലരും പുസ്തകങ്ങളൊക്കെ എഴുതണത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഇവിടെ വ്യാസമുനി ഇത്രയും വലിയൊരു മഹാകാവ്യമൊക്കെ എഴുതി വെച്ചത് ധനത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, അദ്ദേഹത്തിന് ധനത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. ഇനിയിപ്പോൾ ഭക്തിക്ക് വേണ്ടിയിട്ടാണോ? ഇതൊരു ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട കൃതിയല്ലേ, അപ്പൊ ഭക്തിക്ക് വേണ്ടിയിട്ടാണോ ഇത്? അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് നല്ല ഭക്തി അല്ലാതെ തന്നെയുണ്ട്. ഈ ഒരു പുസ്തകം എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ ഭക്തിനെ വെളിവാക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്. ഇനി പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഓൾറെഡി പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ പുസ്തകം എഴുതിയിട്ടില്ലെങ്കിലും അദ്ദേഹം പ്രശസ്തനാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും വ്യാസൻ മഹാഭാരതം എഴുതിയിട്ടുണ്ടാവുക? അതും ഒരു തപസ് പോലെയാണല്ലേ. ഈ മഹാഭാരതത്തിൽ 1,25,000 ശ്ലോകങ്ങൾ എഴുതി പറഞ്ഞു പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല, ഒരു തപസ് തന്നെയാണത്. എന്തിനു വേണ്ടിയായിരിക്കും അദ്ദേഹം ഈ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടാവുക? ആരാണ് ഈ വേദവ്യാസൻ ശരിക്കും? ഈ വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലണവരില്ലേ നമ്മുടെ ഇടയിൽ? ഒരുപാട് പേര് ചൊല്ലുണ്ടാവും അല്ലേ വിഷ്ണു സഹസ്രനാമം. അതിലൊരു പൂർവ്വ ഭാഗമുണ്ട്. നമ്മൾ ഈ നാമൊക്കെ ചൊല്ലേണ്ടതിൽ മുൻപ്, നാമം തുടങ്ങേണ്ടതിൽ മുന്നേ കുറച്ച് ഭാഗങ്ങളുണ്ടാവും പൂർവ്വ ഭാഗമായിട്ട് അല്ലേ. അവിടെ ഒരു ശ്ലോകമുണ്ട്, പലരും സഹസ്രനാമം ചൊല്ലണവർക്കൊക്കെ അറിയണ ശ്ലോകമായിരിക്കും. ഞാൻ പറയാട്ടോ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. എന്താ ഇതിൽ പറയണത്? വ്യാസായ വിഷ്ണുരൂപായ. വ്യാസൻ ആരാന്നാ പറയണത്? വിഷ്ണു തന്നെയാന്നാ പറയണത്. ഭഗവാന്റെ ഒരു രൂപമാണെന്നാ പറയണത്. വ്യാസരൂപായ വിഷ്ണവേ. വീണ്ടും അതൊരിക്കൽ കൂടി ഉറപ്പിച്ചു. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ആരാണ് വ്യാസൻ? അദ്ദേഹം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ കഥ എഴുതി വെക്കണത്. ആ ഒരു മനോഹരമായിട്ടുള്ള കാര്യം എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇത്രക്കാലത്തെയും പ്രതിനിധീകരിക്കുന്ന പുസ്തകം എഴുതി വെച്ചത്? അദ്ദേഹത്തിന്റെ ഡിസിപ്പിൾസിന് പറഞ്ഞു കൊടുത്താൽ പോലെ. സാധാരണ ഈ 5000 വർഷം മുന്നുള്ള കൃതികളൊക്കെ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും ആചാര്യന്മാർ അവരുടെ ഡിസിപ്പിൾസ് ഉണ്ടാവും, അവരുടെ ശിഷ്യന്മാരുണ്ടാവും. ഈ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കുക. ഇതിൽ പല ശിഷ്യന്മാരുമാണ് ഈ ഗ്രന്ഥമൊക്കെ എഴുതാൻ മെനക്കെടുക. അത് ഒരാളെ കൊണ്ടൊന്നും സാധിക്കില്ലേ. പിന്നെ വരുന്ന ആൾക്കാരൊക്കെ എഴുതിയിട്ടാണ്, കമ്പൈലേഷനാണ്. പല ആളുകളുടെയും കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണ് ഒരു പുസ്തകം ഉണ്ടാവുന്നത്. അതുപോലെ പല ഗ്രന്ഥങ്ങളും പണ്ടുള്ളത് പല തലമുറയിലുള്ള ആളുകൾ എഴുതിയിട്ടാണ് ഒരു ഗ്രന്ഥമാക്കിയിട്ട് പുറത്തിറക്കിക്കണം. കാരണം ഇത്രയധികം ലക്ഷം ശ്ലോകങ്ങൾ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് തപോനിഷ്ഠയോടുകൂടി ഇരുന്ന് എഴുതി തീർക്കാൻ സാധിക്കണില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് വ്യാസമുനിക്ക് 1,25,000 ശ്ലോകങ്ങൾ ടപ്പേന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എഴുതാൻ ഇത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഗണപതി ഭഗവാനും വന്നിരുന്നു എന്നുള്ളതാണ്. ഈ വ്യാസ മഹർഷിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ശങ്കരാചാര്യര് അതിനെ ഭാഷ്യം എഴുതിയ സമയത്ത് അദ്ദേഹം വ്യാസനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താ വിശേഷിപ്പിക്കണെന്നറിയോ? സർവജ്ഞൻ. എല്ലാത്തിനെ കുറിച്ച് അറിവുള്ള ആള്. സത്യമല്ലേ അത്? വ്യാസൻ പറഞ്ഞത് മാത്രമല്ലേ ഈ ഭൂമിയിൽ നടക്കണുള്ളൂ, അതിനപ്പുറം ഒന്നും നടക്കണമില്ല. അദ്ദേഹത്തിന് മുൻകാലം പിൻകാലം ഒക്കെ അറിയണം. അപ്പം അദ്ദേഹത്തിന് അത്രയും ജ്ഞാനിയായിട്ട് ആരാ ഉള്ളത്? നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ പ്രത്യക്ഷത്തിലൂടെ അറിയണതിന് ആ ഒരു മാധുര്യം കൂടുമല്ലേ. ഇപ്പോൾ നമുക്ക്
പല അനുഭവങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ, പ്രത്യേകിച്ച് കൈപ്പേറിയ അനുഭവങ്ങൾ. ആ സമയങ്ങളിലൊക്കെ ഇരുന്ന് ഈ മഹാഭാരതം വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിലൂടെ അതിലെ പല കഥാപാത്രങ്ങളെയും നമ്മൾ അറിയാണ്. ആ അനുഭവമാണ് നമുക്ക് മഹാഭാരതത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനായിട്ട് തോന്നുക. പ്രത്യക്ഷത്തിലൂടെ അറിയാന്ന് പറഞ്ഞാൽ വലിയ അനുഭവമാണ്. ആ കിട്ടുന്ന ആ ഒരു മാധുര്യേറിയ അനുഭവം നമ്മൾ ആ ഒരു ദുഃഖമുള്ള സമയത്ത് മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും തെറ്റും ശരിയും വേർതിരിച്ചെടുക്കാനും ശരിയുടെ പാതയിൽ സഞ്ചരിക്കാനും സാധിക്കും. ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ധാരാളം വരും, ഒരുപാട് വരും, അതെല്ലാവർക്കും വരും, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ദുരനുഭവങ്ങൾ. അപ്പോൾ ഓർക്കേണ്ടത് ആരെയാണെന്നറിയോ? ഭഗവാൻ കൃഷ്ണനെയാണ്. കൃഷ്ണൻ്റെ ജീവിതം ഒന്ന് ഓർത്തു നോക്കൂ. എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് ഭഗവാന്റെ ജീവിതം. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. എത്ര പ്രശ്നങ്ങളാണ്. ബന്ധനങ്ങളായി തീരണു ഭഗവാന്. എന്നിട്ടോ ഒന്നിലൊരു ബന്ധമില്ലാണ്ട് നിന്നു ഭഗവാൻ. അങ്ങനെ നിന്ന ഭഗവാനാണ് ഈ ലോകത്തെ മാറ്റിമറിച്ചത്. എൻ്റെ ഈ ഒരു കഥ കേൾക്കണ എല്ലാവരോടും എനിക്ക് വലിയൊരു ബഹുമാനമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് പഞ്ചേന്ദ്രിയം കൊണ്ട് ഒന്നിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പഞ്ച ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ എൻ്റെ ഈ കഥകൾ കേൾക്കണ ഓരോരോ ആളുകളും ഏക ഇന്ദ്രിയം കൊണ്ടാണ് കഥ കേൾക്കണത്. ചെവി കൊണ്ട് മാത്രമാണ്. ഒന്നും കാണുന്നില്ല. കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ കാണിക്കണില്ല, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ക്ലിപ്സ് കട്ട് ചെയ്ത് ആഡ് ചെയ്യണില്ല. വെറും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കഥ മാത്രമാണ് പറയണത്, ശബ്ദം മാത്രമാണ് ശ്രവിക്കണത്. അപ്പോൾ ഏക ഇന്ദ്രിയം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ മനസ്സ് കാണിക്കുന്ന ഓരോ വ്യക്തിയും എത്രമാത്രം ഭഗവാനോട് അടുത്ത് നിൽക്കണവരാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്രയധികം ആർത്തിയുണ്ട് വിദ്യ ലഭിക്കാൻ എന്ന് ഓർത്ത് നോക്കൂ. വിദ്യ ആർത്തിക്കുന്നവനാണ് വിദ്യാർത്ഥി എന്ന് പറയും. ശരിക്കും കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ തൂങ്ങി ഉറങ്ങിയിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വരുന്ന ഞങ്ങളുടെ ഒരു പ്രൊഫസർ, അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യമുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഭഗധ്യാനം, കാകദൃഷ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാറുണ്ട്. ഭഗധ്യാനം എന്ന് വെച്ചാൽ കൊക്കിനെ പോലെ അത്രയും ശ്രദ്ധ ഉണ്ടാവണം. കാകദൃഷ്ടി, കാക്കയെ പോലെയുള്ള ദൃഷ്ടി ഉണ്ടാവണം, എല്ലാം കണ്ടറിഞ്ഞൊക്കെ നിൽക്കണമെന്ന്. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പറയും. വിദ്യാർത്ഥിക്ക് ഉള്ള ലക്ഷണമാണ്. ഇപ്പോൾ എൻ്റെ ഇവിടെ ഈ ഒരു കഥ കേൾക്കണത്, അതിപ്പോൾ ഈ ഇതുവരെയുള്ള ഭാഗവതം കേട്ടത് ഒരാളാണെങ്കിലും ശരി, 10 പേരാണെങ്കിലും ശരി, ആ 10 പേർക്കും അല്ലെങ്കിൽ ആ ഒരാൾക്കും എത്ര അധികം പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. അവർ എത്രമേൽ ഭഗവാനെ മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ കഥ കേൾക്കാൻ എത്ര അധികം കൊതിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ തീരുമാനിച്ചു,